ഫസ്റ്റ് ബ്രഹ്മനെ ഞാൻ കാണുന്നത് പെണ്ണ് കാണലിൽ വെച്ചാണ്. ഞാനാണെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട് വേണ്ട, ഇത് ശരിയാവത്തില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെച്ച ഒരു ഫോൺ കോളായിരുന്നു അത്. देखो देखो आज रात सारे तारे झिलमिलाते हैं. ബ്രഹ്മൻ ഞാൻ വിളിക്കാറില്ല, കണ്ണേട്ടൻ എന്നാണ് വിളിക്കാറ്. कैसे मैं चाहूं कैसे भुलाऊं तुझे, तुम हो यहाँ चारों तरफ है तेरा ही तेरा नशा, मैं जाऊं कहाँ जाऊं. പരിചയപ്പെട്ടത് എത്ര വർഷം? എത്ര ആണ്? പരിചയപ്പെട്ട് കുറെ നാളെ അവിടെ മറന്നുപോയി. ഞങ്ങൾ ലാസ്റ്റ് ഒക്ടോബറിലാണ് മീറ്റ് ചെയ്തത്, 2022 ഒക്ടോബർ. ഇപ്പോൾ സെപ്റ്റംബർ 2023 ആയി. ഞാൻ കണ്ടത് ആക്ച്വലി പെണ്ണുകാണലിൽ വെച്ച് തന്നെയാ. അന്ന് പെണ്ണുകാണലിൽ വെച്ച് പുള്ളി എന്നെ നോക്കുന്നേ ഇല്ല, എന്റെ ഫേസിലോട്ടേ നോക്കുന്നില്ല. സിനിമ കാണുന്ന പോലെ സാരി കൊടുത്ത് ചായ കൊണ്ടുവരുന്നു വിചാരിച്ച്, പക്ഷെ അങ്ങനെയല്ല. അത് എല്ലാവരും കട്ടി സാധാ അതിനെ ഓവർ ആക്കാണ്ട് ഒരു ക്ലീഷ ആക്കാണ്ട് അതൊരു സാധാ ഒരു നല്ല കുർത്തി ഇട്ടൊക്കെ വന്നത്. ഞാൻ വെച്ച് ആരാണ് ഈ കാണാൻ കൊള്ളാത്ത കസിനൊക്കെ ആണോ എന്ന് വിചാരിച്ച, പക്ഷെ അതായിരുന്നു സാൻഡ്ര. പിന്നെ നമ്മൾ സംസാരിച്ചു, പിന്നെ നമ്മൾ റൂമിൽ പോയി സംസാരിച്ചു, അപ്പൊ എല്ലാം ഓക്കെ ആയി. ഫസ്റ്റ് പരിചയപ്പെട്ട് അത്ര നമുക്കൊരു കമ്പാറ്റബിലിറ്റിക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പം ആ ഒരു വ്യക്തി നമ്മുടെ വൈഫാവാൻ പോവാണ് എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്. ചേട്ടനും എൻ്റെ കസിൻസ് എല്ലാം ചെറിയ പയ്യന്മാരാണ്. എനിക്കിപ്പോൾ ഒരു അനിയത്തി വേണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, ആകെ ഒരു ചേച്ചിയാണ് എൻ്റെ അറൗണ്ട് ഏജ് ഉള്ളത്. അപ്പം ഒരു അനിയത്തിയോ ഒരു ചേച്ചി, ഒരു ഗേൾ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഗേൾ സിബ്ലിങ്ങിനെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി അയ്യോ അവര് ഭയങ്കര സ്വീറ്റ് ആണ്. അമ്മയായാലും അച്ഛനായാലും ഭയങ്കര സ്വീറ്റ്, മോളെപ്പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്കൊരു മൂന്നാമത്തെ ഒരു മരുമോളായിട്ടല്ല മോളായിട്ടാണ് കരുതുന്നത്. 3 മക്കളെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത്. ആകെപ്പാടെ എൻ്റെ വീട് വിട്ടു പോകുന്നതുകൊണ്ടുള്ളൊരു വിഷമേ ഉള്ളൂ, അവരുടെ വീട്ടിൽ പോകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ.